ഞാനും ഒരുപാട് ചെയ്യുവായിരുന്നു. ഇത് മുരിങ്ങ. എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടവാ. അതുപോലെ പ്ലാവ് ഞാൻ വെച്ചിട്ട് 3 വർഷം ആയി. എന്നെക്കായി വളർന്നിട്ട്. പ്ലാവിന്റെ മണ്ട ഓലയിക്കുന്നതൊന്നും അല്ല, അപ്പുറത്തെ പറമ്പിലെ ഓല. എനിക്ക് എല്ലാ മരങ്ങളും വെച്ച് പിടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കാര്യം എന്താണെന്നറിയോ, ഇവിടെ ഏരിയയില്ല. ഉള്ളതെല്ലാം കുറേശ്ശെ കുറേശ്ശെ വെച്ച് പിടിപ്പിച്ചോണ്ട് എല്ലാം. അത് കാറ്റത്ത് എളുപ്പം ഒടിഞ്ഞു പോകും. അതിന് അത്രേ ഇതേ ഉള്ളൂ. ഈ ഓമയുണ്ടല്ലോ, ഓമ, മുരിങ്ങ, ഇതൊക്കെ ഓരോ ടൈപ്പാ. അങ്ങനെ ഈ ചീര ഇവിടെങ്ങും വെച്ച് പിടിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാ. ഇതുപോലെ ചട്ടികളി ഈ രണ്ടും മൂന്നൊക്കെ. ഇതിനപ്പുറത്ത് കണ്ടം കിടപ്പുണ്ട്. ഓമ എന്തുവാ? ഓമയെന്ന് പറഞ്ഞാൽ കപ്പയ്ക്ക, പപ്പായ, ആ സംഭവം. ഇത് അപ്പുറത്തെ ഒരു കണ്ടം കിടപ്പുണ്ട്. ഇപ്പം ആ കുളം കണ്ടില്ലേ, അതിൻ്റെ സൈഡിൽ കണ്ടം പോലെ. പക്ഷേ കപ്പളങ്ങ അത് തന്നെ. നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നടക്കും. നമ്മളെന്തെങ്കിലും ചെയ്തെന്ന് വിചാരിച്ചോ, ചെയ്ത് കഴിയുമ്പോൾ അതങ്ങനെ ഇങ്ങനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്ത്. അതുകൊണ്ട് പിന്നെ നമുക്കുള്ള സ്ഥലത്ത് ഒപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എനിക്ക് അയൽക്കാരായാലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരാളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. ആ പിന്നെ തിരിച്ച് ഇങ്ങോട്ടാണെങ്കിൽ നമ്മൾ സഹകരിക്കും. നേരത്തേക്കാണ്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ടൊക്കെ എല്ലാം ചാഞ്ഞ് കിടക്കുമ്പോൾ നമ്മളൊന്നും പറയത്തില്ല. ഇതൊക്കെ കണ്ടോ വീടിൻ്റെ മുകളിൽ ഇത് നിൽക്കുന്നത്. അതിനകത്തുനിന്ന് മറ്റേ പറങ്കാവോ അതിനകത്തുനിന്ന് വന്ന് അല്ല, ഞാൻ പറഞ്ഞത് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ തിരിച്ചങ്ങോട്ടും എല്ലാം ചെയ്യുവാണെങ്കിൽ പരാതിയാണ്. പിന്നെ മിണ്ടാതിരിക്കാന്നേ ഉള്ളൂ. പക്ഷേ ഓവറായി കഴിഞ്ഞാൽ നമ്മൾ മിണ്ടി പോവും. കുറേ ക്ഷമിക്കും. അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിടിച്ച് നിർത്താനും പാടാണ്. അതുകൊണ്ടങ്ങ് ഒതുങ്ങുന്നു. കശുമാവ് അത് തന്നെ. ഇത് പിന്നെ എൻ്റെ പേര് എന്തായിരുന്നു, ശീമച്ചക്ക. ഇതും ബഡ് ചെയ്തതാണ്. പക്ഷെ നല്ല സംഭവമാണ്. ഒരുപാട് പിടിക്കും. സീസണാണ്ട് ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. അതായത് ഈ പിടിച്ച് നിൽക്കുന്നില്ലേ, അത് അടുത്ത കാ വരും ഇതിൽ. സീസണായി വരുന്നു. ഷാഡോ ഓഫ് നാച്ച്. ഹലോ, എന്തുണ്ട് വിശേഷം? കടപ്പ്ലാവെന്ന് പറയും. സുഖമായിട്ട് പോകുന്നു. എന്തുണ്ട് വിശേഷം അവിടെ? ഇന്ന് ഇരുന്നപ്പോൾ ഇങ്ങനെ പ്രകൃതിയെല്ലാം നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ശാന്തമായിട്ടിരിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. ഇത് കണ്ടോ, ഇപ്പം ഇവിടെയൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ എപ്പോഴും ഒരു എന്താ പ്രകൃതിയായിട്ടൊരു ഞാൻ അതിനാ മരങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച കിളികൾ ശാന്തമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം, പ്രശ്നമില്ല. പുറത്ത് വല്ലയിടത്തും പോകുമ്പോഴല്ലേ ഇന്ന ആളിനെ കാണുമ്പോൾ ചിരിച്ചില്ല, നമ്മൾ ശ്രദ്ധിക്കാത്തയാ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പിണക്കം.